മെഡിക്കൽ കോളേജിൽ ചികിത്സാ പിഴവിനെ തുടർന്ന് യുവതി മരിച്ചെന്ന് പരാതി. പേരാമ്പ്ര കൂത്താളി സ്വദേശിനി രജനിയാണ് മരിച്ചത്. ശരീരമരവിപ്പും വേദനയുമായി എത്തിയ യുവതിക്ക് ആദ്യം നൽകിയത് മാനസിക രോഗത്തിനുള്ള ചികിത്സയെന്ന് ബന്ധുക്കളുടെ ആരോപണം. രോഗാവസ്ഥ തിരിച്ചറിയാതെ ചികിത്സിച്ചത് ആരോഗ്യസ്ഥിതി മോശമാക്കിയെന്നും ബന്ധുക്കൾ. ദൃശ്യ പുതിയടത്ത് വിശദാംശങ്ങൾ നൽകും. ദൃശ്യ, വീണ്ടും ചികിത്സാ പിഴവിനെ തുടർന്നൊരു മരണം സംഭവിക്കുന്നതിൻ്റെ ദുഃഖകരമായ വിവരങ്ങൾ നമ്മൾ പ്രേക്ഷകരിലേക്ക് എത്തിക്കുകയാണ്. ഈ യുവതിയെ ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുന്നത് എന്ത് രോഗത്തിന് പുറത്താണ്? ഏത് തരത്തിലുള്ള ചികിത്സയാണ് അവർക്ക് ലഭിച്ചത്? മരണത്തിന് കാരണമായത് എന്താണെന്നാണ് കുടുംബങ്ങളുടെ ബന്ധുക്കളുടെ പരാതി. ദൃശ്യ. സൈഫു, കഴിഞ്ഞ 4-ാം തീയതിയാണ് ഇവർക്ക് ഗില്ലൻ ബാരി സിൻഡ്രോം എന്ന അസുഖം കാരണം ശരീര തളർച്ചയും വേദനയും കാരണം ഇവിടെ മെഡിക്കൽ കോളേജിലെ കാഷ്വാലിറ്റിയിൽ പ്രവേശിപ്പിച്ചത്. ആ സമയത്ത് അവരെ ചികിത്സ നൽകി മടക്കി വിട്ടു. അതിനുശേഷം ഇവർക്ക് അസുഖം കൂടുതലായതിനെ തുടർന്ന് വീണ്ടും മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുവരികയും ചികിത്സ തേടുകയുമായിരുന്നു. ആ സമയത്താണ് ഇവരെ മാനസിക രോഗത്തിൻ്റെ ചികിത്സ അടക്കമുള്ള ചികിത്സ മാറി നൽകിയാണ് ഇപ്പോൾ അതീവ ഗുരുതരാവസ്ഥയിലെത്തി ഇപ്പോൾ മരണത്തിലേക്ക് എന്നാണ് ബന്ധുക്കളുടെ ആരോപണം. ബന്ധുക്കൾ നമ്മുടെ കൂടെ കൂടുന്നുണ്ട്. ഇവർ വലിയ പ്രതിഷേധത്തിലാണ്. എന്താണ് സംഭവിച്ചത്? കഴിഞ്ഞ ദിവസം 4-ാം തീയതിയാണ് കാലിന് വേദനയും മരവിപ്പും നാവിന് തരിപ്പൊക്കെ ആയിട്ട് നമ്മൾ മെഡിക്കൽ കോളേജിൽ എത്തുന്നത്. അങ്ങനെ അന്നേ ദിവസം തന്നെ ആ ലക്ഷണത്തിനുള്ള മരുന്നുകളും കാര്യങ്ങളൊക്കെ കൊടുത്ത് രോഗീനെ വീട്ടിലേക്ക് വിടുകയായിരുന്നു. അതിനുശേഷം അന്നേ ദിവസം തന്നെ സഹിക്കാൻ പറ്റാത്ത വേദനയും കാര്യങ്ങളും ആയതുകൊണ്ട് തന്നെ മെഡിക്കൽ കോളേജിലേക്ക് തന്നെ തിരിച്ചു വരേണ്ട ഒരവസ്ഥയാണ് വന്നത്. ഇവിടെ വന്നതിന് ശേഷം 3 ദിവസം കാഷ്വാലിറ്റിയിൽ കിടക്കുകയായിരുന്നു. അപ്പോൾ കാഷ്വാലിറ്റിയിൽ നിന്ന് ന്യൂറോ സംബന്ധമായിട്ടുള്ള ട്രീറ്റ്മെൻറ്റുകൾ, അതായത് വേദന കാര്യങ്ങൾക്കുള്ള ഇഞ്ചക്ഷൻ കൊടുക്കുന്നുണ്ട് എന്നല്ലാതെ ന്യൂറോ വിഭാഗത്തിലേക്കൊന്ന് റെഫർ ചെയ്യോ ന്യൂറോ കൺസൾട്ടേഷനോ ഈ രോഗിക്ക് കിട്ടിയിട്ടില്ല. പിന്നെ ശരീരമാകെ അവശയായ നിലയിലും ഒരു ഡ്രിപ്പ് പോലും രോഗിക്ക് കിട്ടിയിട്ടില്ല. അങ്ങനെയുള്ള അവശത അനുഭവിക്കുന്ന നിലയിലായിരുന്നു. അങ്ങനെ അത്യാസന്ന നിലയിൽ അവശയായതിനു ശേഷമാണ് ന്യൂറോ ICUലേക്ക് ന്യൂറോ കൺസൾട്ടേഷൻ ഇവർ പറയുന്നത്. 4 ദിവസത്തിന് ശേഷമാണ് ഇവർ പറയുന്നത്. അപ്പോൾ രജനിയുടെ ഭർത്താവ് നമ്മുടെ കൂടെയുണ്ട്. ചേട്ടാ, എന്തായിരുന്നു സംഭവിച്ചത്? സംഭവിച്ചെന്ന് ഞങ്ങൾ 4-ാം തീയതി ഇവിടെ വന്നതാണ്. ഇത് കഴിഞ്ഞിട്ട് തരിപ്പും വേദനയൊക്കെ ആയിട്ട് 4-ാം തീയതി വന്ന് പിന്നെ 2 ആഴ്ച കഴിഞ്ഞിട്ട് ന്യൂറോനെ കാണിച്ച് വരാൻ പറഞ്ഞു. പറഞ്ഞതിൻ്റെ പിറ്റേന്ന് തന്നെ വേദനയും സുഖമില്ലാത്ത പിന്നും വന്നു. പിന്നെ കുറേ ടെസ്റ്റ് എന്തെല്ലോ നടത്തി. പിന്നെ ഇവർക്ക് ഇങ്ങനെ വേദന കൂടുകയെന്നല്ലാണ്ട് ഒന്നും കുറയുന്നില്ല. പിന്നെ ഒരു ദിവസം പിന്നെ ഫുള്ള് കാഷ്വാലിറ്റി തന്നെ പരാതി കിടന്നതാണ്. തീരെ നടക്കാനാത്തൊരവസ്ഥയിൽ പിന്നെ ചികിത്സ മാറ്റി നൽകിയത് തന്നെയാണ്. മാറ്റി നൽകി. പിന്നെ ഇവിടത്തേക്ക് പിന്നെ സൈക്കാട്രിസ്റ്റിനെ കാണിച്ചിട്ടുണ്ട്. പിന്നെ ഇതിപ്പോൾ എല്ലാം കൂടി എനിക്ക് പറയാനൊരു വല്ലാത്തൊരു ഇതുണ്ട്. എന്നുവെച്ചാൽ ഒരുപാട് സംഭവങ്ങൾ ചെയ്തിരിക്കുന്നു. സൈക്കാട്രിസ്റ്റിനെ കാണിച്ച് 4 പകലും 3 രാത്രി ഞങ്ങൾ കാഷ്വാലിറ്റി തന്നെയുണ്ട്. ആ CCTV നോക്കിക്കഴിഞ്ഞാൽ എല്ലാം അറിയാൻ പറ്റും. നിങ്ങൾ പരാതി നൽകിയിട്ടുണ്ട്? സൂപ്രണ്ടിന് പരാതി നൽകിയിട്ടുണ്ട്. അതിന് മറുപടിയൊന്നും എനിക്ക് തന്നിക്കില്ല. പിന്നെ എൻക്വയറിക്ക് വിളിച്ചായിരുന്നു. ഞാൻ പോയി കാര്യങ്ങൾ പിന്നെ അതിനെപ്പറ്റിയൊന്നും എനിക്കൊന്നും പറഞ്ഞില്ല. ഇപ്പം വെച്ചാൽ അങ്ങനത്തെ ഒരു അവസ്ഥയിലും ആയി. ഇനിയിപ്പോൾ അതിൻ്റെ കാരണം എന്താണെന്നൊന്നും ഈ പറയാനാണിത്. ഇനി നിങ്ങൾ എന്താണ് അടുത്ത നടപടി എന്തായിരിക്കും? നടപടി എന്തുകൊണ്ടാണ് ഇവൾക്ക് ഇങ്ങനെ സംഭവിച്ചതെന്ന് എനിക്കറിയില്ല. അതിൻ്റെ കാരണങ്ങളും എന്തെല്ലാം ഇവിടുത്തെ സംഭവങ്ങളെന്നൊക്കെ അറിയണം. അതുകൊണ്ട് പ്രതിഷേധത്തിലാണ്. അപ്പോൾ ബന്ധുക്കൾ പ്രതിഷേധത്തിലേക്ക് തന്നെയാണ്. കാരണം മെഡിക്കൽ കോളേജിൽ നിരന്തരമായി കണ്ടുവരുന്ന ഈ ചികിത്സാ പിഴവ്, ഇനി ഇവർക്ക് അതിൻ്റെ കാരണം അറിയണം. എന്തുകൊണ്ടാണ് രോഗം നിർണ്ണയിക്കാൻ സാധിക്കാതെ പോയത്, അല്ലെങ്കിൽ ഇവർക്ക് മതിയായ ചികിത്സ നൽകാൻ സാധിക്കാതെ പോയത് എന്നുള്ളതിൻ്റെ കാരണം ഇവർക്ക് അറിയണം. കാരണം നഷ്ടപ്പെട്ടത് വിലപ്പെട്ട ഒരു ജീവനാണ്. അവരുടെ ബന്ധുക്കളാണ്. അവർ വിഷമം, അതിൻ്റെ കൂടെ തന്നെ ഇതിൻ്റെ കാരണം അറിയാത്തതിൻ്റെ പ്രതിഷേധം എല്ലാം ഉണ്ട്. അവരുടെ സഹോദരിയാണ് ഇപ്പോൾ നമ്മുടെ കൂടെയുള്ളത്. ചേച്ചി, ഇത് ചികിത്സ മതിയായ ചികിത്സ കിട്ടിയില്ല എന്നാണോ? മതിയായ ചികിത്സ കിട്ടിയില്ല. കാഷ്വാലിറ്റി നോക്കും ഒരു ചികിത്സയും കിട്ടിയില്ല. നോക്കും മാനസിക ഞരമ്പിൻ്റെ രോഗമായിട്ട് വന്ന് നോക്കും മാനസിക രോഗത്തിൻ്റെ മരുന്നാണ് നോക്ക് കിട്ടിയത്. പിന്നെ ഓർത്തോ വിഭാഗത്തിലാണ് നോക്കി കാണിച്ചത്. എല്ലാ ടെസ്റ്റും കഴിഞ്ഞിട്ട് ഒരു രോഗവും ഇല്ല. ഇനി ഇവിടെ അഡ്മിറ്റ് ആക്കാൻ പറ്റിയില്ല എന്നാണ് ഡോക്ടർമാർ പറഞ്ഞു. അവസാന നിമിഷമാണോല് വേറെ ഒരു ഡോക്ടറുടെ നിർദ്ദേശപ്രകാരമാണോല് ന്യൂറോ വിഭാഗത്തെ കാണിച്ച് അതിന് ശേഷമാണ് രോഗം കണ്ടുപിടിച്ചിട്ടുള്ളൂ. അത് കാഷ്വാലിറ്റിയിലെ ഡോക്ടർമാരെ അപാകത തന്നെയാണ്. ഇനി ഞങ്ങൾക്ക് കിട്ടേണ്ടത്
ആരോഗ്യമന്ത്രിൻ്റെ ഒരു ഇടപെടൽ കൊണ്ട് ഞങ്ങൾക്ക് ജീർണിച്ച ശരീരം ഒന്ന് പെട്ടെന്ന് പോസ്റ്റ്മോർട്ടം ചെയ്ത് തരികയാണ് വേണ്ടത്. അതിനി ഞങ്ങൾക്കിനി ഓർക്ക് ചെയ്തു തരാൻ പറ്റുന്ന ഒരു ഉപകാരം അത് മാത്രമേ ഉള്ളൂ. അപ്പോൾ നിങ്ങൾ ഇനി പ്രതിഷേധത്തിലേക്ക് തന്നെയാണ്? ആ പ്രതിഷേധത്തിലേക്ക് തന്നെയാണ്. ഇനി ഇങ്ങനെ ഒരു അവസ്ഥ ഒരാൾക്കും വരാൻ പാടില്ല. അതുകൊണ്ട് ഞങ്ങൾക്കിനി എത്രയും പെട്ടെന്നുള്ള പോസ്റ്റ്മോർട്ടം ചെയ്ത് കെട്ടിയിട്ട് ആരോഗ്യമന്ത്രി ഇടപെട്ടിട്ട് ഞങ്ങൾക്ക് വേണ്ട കാര്യങ്ങൾ ചെയ്തു തരണം. ഇതിനൊരു മറുപടിയും തരണം. എന്തുകൊണ്ടോളം മരിച്ച് നടന്നു വന്ന രോഗി എന്തുകൊണ്ട് മരിച്ചു എന്നുള്ളതിൻ്റെ ഒരു കാരണം ഞങ്ങൾക്ക് കിട്ടണം. അത് ഇവിടുത്തെ സൂപ്രണ്ടിന് പരാതി കൊടുത്തിട്ട് ഞങ്ങൾക്ക് ഇതുവരെ കിട്ടിയില്ല. ഇത് തന്നെയാണ് ഇവർക്ക് പറയാനുള്ളത്. സൂപ്രണ്ടിന് പരാതി കൊടുത്തു, പക്ഷേ ഇതുവരെ മറുപടി ഒന്നും കിട്ടിയിട്ടില്ല. ഇനി മെഡിക്കൽ കോളേജിൻ്റെ ഭാഗത്തു നിന്നുള്ള വിശദീകരണം കൂടെ നമ്മൾ അറിയേണ്ടതുണ്ട്. സൈഫുദ്ദീൻ, നോക്കൂ, എത്രമാത്രം നിസ്സഹായമായ, എത്രമാത്രം സങ്കടകരമായ അവസ്ഥയാണ്. മുന്നിലൊരു ശൂന്യതയുമായി ആ സ്ത്രീയുടെ ബന്ധുക്കൾ മെഡിക്കൽ കോളേജിൻ്റെ മുൻവശത്ത് മുറ്റത്തിരിപ്പാണ്. എന്താണ് ചെയ്യേണ്ടതെന്ന് അവർക്കറിയില്ല. കാരണം അത്രമേൽ ഗുരുതരമായ ഒരു അവസ്ഥയല്ലാതെ ഒരു സാധാരണ രോഗത്തിന് പുറത്ത് ചികിത്സിക്കാനെത്തിയവരാണ്. ആ സ്ത്രീ മരിച്ചിരിക്കുന്നു. ആ മുറ്റത്ത് ഇപ്പോഴും മെഡിക്കൽ കോളേജിൻ്റെ മുറ്റത്ത് അവർ നിൽക്കുന്നു. ആ ഭർത്താവ് പറയുന്നുണ്ട്, ഇത് എന്താണ് ഞങ്ങൾക്ക് ചെയ്യേണ്ടതെന്നറിയില്ല. വളരെ സാധാരണക്കാരായ പാവങ്ങളുടെ അവസ്ഥയാണ്. അപ്പോൾ ചികിത്സാ പിഴവിൽ നിന്നൊക്കെ നമുക്ക് വാർത്തയിൽ ഇങ്ങനെ പറയുന്നതിനപ്പുറത്ത് ആ മനുഷ്യർക്ക് അവരുടെ ആ നഷ്ടത്തിന് എന്ത് വില കൊടുക്കണം, എങ്ങനെ അത് അതിജീവിക്കാൻ കഴിയുമെന്ന് അവർക്കറിയാൻ പറ്റാത്തൊരവസ്ഥ.